നമസ്കാരം. എല്ലാവർക്കും പരിചിതമായ പനിക്കൂർക്കയുടെ ആഴമായ അറിവുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഗ്രഹവൈദ്യത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പല ഔഷധികളും ഇന്ന് ഇല്ലാതായെങ്കിലും വീട്ടമ്മമാരുടെ ഇടയിൽ എന്നും നിലനിൽക്കുന്ന രണ്ട് ഗ്രഹ ഔഷധികളാണ് തുളസിയും പനിക്കൂർക്കയും. കൂർക്ക ഇനത്തിൽ പല ഇനങ്ങളുണ്ട്. പനിക്കൂർക്ക, ചുമക്കൂർക്ക, കാട്ടുകൂർക്ക, പാറക്കൂർക്ക എന്നിങ്ങനെ. പനിക്കൂർക്കയും കാട്ടുകൂർക്കയും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. എന്നാൽ കാട്ടുകൂർക്കയ്ക്ക് പനിക്കൂർക്കയുടെ മണം ഉണ്ടാകില്ല. ഇരുവേലിയാണ് ചുമക്കൂർക്ക എന്നറിയപ്പെടുന്നത്. ഇരുവേലിയുടെ ഇലയ്ക്കും തണ്ടിനും ചെറിയ ചുവപ്പ് നിറമുണ്ട്. പനിക്കൂർക്കയും ഇരുവേലിയും അടുത്തടുത്ത് നട്ടുപിടിപ്പിച്ചാൽ ഏതെങ്കിലും ഒന്ന് നശിച്ചു പോകുമെന്നാണ് ശാസ്ത്രം. ലാമിയേസി കുടുംബത്തിലെ കോളിയസ് ജനുസിൽ അരോമാറ്റിക്കസ് ഇനമാണ് പനിക്കൂർക്ക. ഇതിന്റെ ശാസ്ത്രീയ നാമം നോക്കാം. 3 ശാസ്ത്രീയ നാമങ്ങൾ ഇതിനുണ്ട്. കോളിയസ് അരോമാറ്റിക്കസ്, കോളിയസ് അംബോയിനിക്കസ്, പ്ലെക്ട്രാന്തസ് അംബോയിനിക്കസ് എന്നിങ്ങനെ 3 പേരുകളാണുള്ളത്. മലയാളത്തിൽ പനിക്കൂർക്ക, ഞവര, കർപ്പൂരവല്ലി, കഞ്ഞിക്കൂർക്ക, അയമോദക കൂർക്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ റോക്ക് ഫോയിൽ, ക്യൂബൻ ഒറിഗാനോ, ഇന്ത്യൻ ബോറേജ്, ഇന്ത്യൻ മിന്റ്, മെക്സിക്കൻ ഒറിഗാനോ, സ്പാനിഷ് തൈം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ പാഷാണഭേദി, പർണയാവാനി, പാഷാണഭേദ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദിയിൽ ഇതിനെ പത്തർച്ചൂർ എന്നാണ് അറിയപ്പെടുന്നത്. കന്നഡ ഭാഷയിൽ ഇതിനെ കർപ്പൂരവല്ലി, വലിയ പത്രെ, ദൊടപത്രെ, ഹിറ്റലീഗ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ സുഗന്ധവൽക്കം, കർപ്പൂരവല്ലി, കരുവാരു എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ കർപ്പൂരവല്ലി എന്നാണ് അറിയപ്പെടുന്നത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. പൊതുവെ ലോകത്താകമാനം ഈ സസ്യമുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ തെക്ക്, കിഴക്ക്, വടക്ക് പ്രദേശങ്ങളിൽ പനിക്കൂർക്ക വളരുന്നുണ്ട്. ഇന്ത്യയിലുടനീളം പനിക്കൂർക്ക വളരുന്നുണ്ട്. രൂപകരണം നോക്കാം. പരമാവധി 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ബഹുവർഷ ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. പനിക്കൂർക്കയുടെ ഇലകളും തണ്ടുകളും സുഗന്ധമുള്ളതും രോമാവൃതവുമാണ്. ഇലകൾ കട്ടിയുള്ളതും അരികുകൾ ദുന്ദരവുമാണ്. ഇലകൾക്ക് 2.5 തുടങ്ങി 5 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഇലകൾ ഹൃദയാകാരമോ വൃത്താകാരമോ ആകാം. ശിഖരത്തിന്റെ അറ്റത്തുള്ള പുഷ്പദണ്ടിൽ അനേകം പുഷ്പങ്ങൾ ഉണ്ടാകും. ദളപുടത്തിന് ഇളം പർപ്പിൾ നിറമായിരിക്കും. തണ്ടുകൾ മുറിച്ചു നട്ടാണ് ഇതിന്റെ വംശവർദ്ധനവ് നടത്തുക. ഇനങ്ങളെ നോക്കാം. ഇലയുടെ അരികു ഭാഗത്ത് വെളുത്ത നിറമുള്ള ഒരിനം പനിക്കൂർക്ക വെരിഗേറ്റഡ് പനിക്കൂർക്ക എന്ന പേരിൽ നഴ്സറികളിൽ കിട്ടുന്നുണ്ട്. ഇവ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളവയാണ്. പക്ഷെ പനിക്കൂർക്കയുടെ മണമൊക്കെ ഇതിനുണ്ടെങ്കിലും ഔഷധ ഗുണം കുറവായിരിക്കും. പൊതു ഉപയോഗങ്ങളെ നോക്കാം. പനിക്കൂർക്ക ഭക്ഷണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. പനിക്കൂർക്കയില അരിഞ്ഞ് ഭക്ഷണത്തിൽ ചേർത്തും ബജി ഉണ്ടാക്കിയും രസമുണ്ടാക്കിയും വെള്ളത്തിലിട്ട് തിളപ്പിച്ചും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കടലമാവിൽ ഉപ്പും മുളകും ചേർത്ത് കേടില്ലാത്ത പനിക്കൂർക്കയുടെ ഇല മാവിൽ മുക്കി എണ്ണയിൽ പൊരിച്ചെടുത്താൽ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാവും. മഴക്കാലത്ത് ഇത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാസഘടകങ്ങളെ നോക്കാം. പനിക്കൂർക്കയിൽ ഒരു ബാഷ്പശീല തൈലമുണ്ട്. അതാണ് സുഗന്ധം നൽകുന്നത്. തൈലത്തിൽ കാർവക്രോൾ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. അക്കോറിൻ, അസാരോൺ എന്നീ ഘടകങ്ങൾ ചെടിയിൽ പൊതുവെ അടങ്ങിയിട്ടുണ്ട്. ഇലയിൽ സിർസിമാരിറ്റൻ, സിറ്റാസ്റ്റിറോൾ, ഗ്ലൂക്കോസൈഡ്, ഒലിയാനോലിക്, ഡീഹൈഡ്രോക്സിയോലിൻ, കാറ്റജനിക്, പാമോലിക്, ടോർമെന്റിക് എന്നിങ്ങനെ ഉള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. പനിക്കൂർക്കയുടെ തണ്ട്, ഇല എന്നിവ ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പനിക്കൂർക്ക മുത്തശ്ശി വൈദ്യത്തിലും ഗ്രഹവൈദ്യത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഗ്രഹവൈദ്യത്തിൽ ചുക്കുകാപ്പിയിലെ ഒരു പ്രധാന ചേരുവയാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക ഉഷ്ണവീര്യമുള്ളതും കഫത്തെ നശിപ്പിക്കുന്നതും ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതുമാണ്. പനിക്കൂർക്കയുടെ നീര് നല്ലൊരു ആന്റിബയോട്ടിക്കാണ്. കുട്ടികളുടെ പനി, ജലദോഷം, ചുമ, കൃമി, വയർവേദന, ഛർദി, ഗ്രഹണി മുതലായ രോഗങ്ങൾ ശമിപ്പിക്കുന്നതാണ്. പനിക്കൂർക്ക ശിശുക്കളുടെ ഔഷധമായിട്ടാണ് പൊതുവെ പരിഗണിക്കുന്നതെങ്കിലും മുതിർന്നവർക്കും ഇത് വളരെ ഫലപ്രദമാണ്. കഫം, മൂത്രവിരേചനം, ക്യാൻസർ, വൃക്കരോഗങ്ങൾ, ആർത്രൈറ്റിസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സന്ധിവാതം, സന്നിപാത ജ്വരം, മൂത്രാശയ രോഗങ്ങൾ, അതിസാരം എന്നിവയിലെല്ലാം പനിക്കൂർക്ക പ്രയോജനപ്പെടുത്താം. കഞ്ഞിക്കുർക്കിലാദി കേരം, പുളിലേഹ്യം, ഗോപിചന്ദനാദി ഗുളിക, വലിയ രാസനാദി കഷായം, വാഗാദി തൈലം, മുറിവെണ്ണ, കുറിഞ്ഞിക്കുഴമ്പ് എന്നിവയിലെ പ്രധാന ചേരുവയാണ് പനിക്കൂർക്ക. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് 5 മില്ലി വീതം സമം തേൻ ചേർത്ത്, അത് ചെറുതാനാണെങ്കിൽ ഏറ്റവും നല്ലത്, കഴിച്ചാൽ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന പനി, ജലദോഷം, ശ്വാസം മുട്ട് തുടങ്ങിയ രോഗങ്ങൾ മാറിക്കിട്ടും.
2 ജലദോഷം, മൂക്കടപ്പ് എന്നിവ ഉള്ളപ്പോൾ ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്കയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് നല്ല ഫലം ചെയ്യും. 3 ഞവരയിലയും കല്ലുപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടിൽ രാത്രി വായിൽ നിർത്തി കുൽക്കുഴിയുന്നത് വായുനാറ്റം അകറ്റാനും മോണരോഗങ്ങളെ അകറ്റാനും നല്ലതാണ്. 4 വളങ്കടിയും കാൽച്ചൊറിച്ചിലും ഉണ്ടെങ്കിൽ രാത്രി കിടക്കും മുമ്പ് പനിക്കൂർക്കയുടെ ഇലയും കല്ലുപ്പും കൂടിയിട്ട് ചൂടാക്കിയ വെള്ളത്തിൽ 2 കാലും ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് ഇരുന്ന ശേഷം നല്ലതുപോലെ തുടച്ച് കാലെടുക്കാവുന്നതാണ്. 5 ഗ്രഹണിക്ക് പ്രതിവിധിയായി പനിക്കൂർക്ക ഇല അരച്ച് ഉഴുന്നിന്റെയോ ഗോതമ്പിന്റെയോ പൊടി കുഴച്ച് അതിൽ കലർത്തി വടയുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. 6 തീരെ ചെറിയ കുട്ടികൾക്ക് തുമ്മൽ, മൂക്കടപ്പ്, ജലദോഷം എന്നിവ വന്നാൽ പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ് രാസ്നാദി ചൂർണം ചേർത്ത് ചൂടാക്കി കുഞ്ഞുങ്ങളുടെ നെറുകയിൽ ലേപനം ചെയ്യുന്നത് നല്ലതാണ്. 7 പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് നെറുകയിൽ തേക്കുകയും തേൻ ചേർത്ത് ഉള്ളിൽ കൊടുക്കുകയും ചെയ്താൽ കുട്ടികളുടെ കഫക്കെട്ട് മാറുന്നതാണ്. 8 പനിക്കൂർക്ക ഇലയും ചെറിയ അടലോടക ഇലയും തുളസി ഇലയും ആവിയിൽ വാട്ടിപ്പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കുലുക്കി വെച്ചിരുന്ന് കുറേശ്ശെ സേവിച്ചാൽ ചുമയും കഫക്കെട്ടും ശമിക്കുന്നതാണ്. 9 പനിക്കൂർക്ക, ഇരുവേലി, ചിറ്റാടലോടകം, കൃഷ്ണതുളസി എന്നിവയുടെ ഇലകൾ ആവിയിൽ വാട്ടിപ്പിഴിഞ്ഞ നീരിൽ സമം തേൻ ചേർത്ത് വെച്ചിരുന്ന് കുറേശ്ശെ സേവിച്ചാൽ ചുമയും കഫക്കെട്ടും ശമിക്കുന്നതാണ്. 10 പനിക്കൂർക്ക ഇലയുടെ നീരിൽ രാസ്നാദിപ്പൊടി ചേർത്ത് ചൂടാക്കി ചെറിയ ചൂടിൽ നെറുകയിൽ തളം വെച്ചാൽ നീരിറക്കം ശമിക്കുന്നതാണ്, തലവേദനയ്ക്ക് നല്ലതാണ്. 11 പനിക്കൂർക്ക ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചു കഴിഞ്ഞാൽ പനി, ചുമ, ആസ്മ എന്നിവയ്ക്ക് നല്ലതാണ്. 12 ചിലതരം ത്വക്ക് രോഗങ്ങളിൽ പനിക്കൂർക്ക ഇല അരച്ച് പുറമേ തേക്കുന്നത് ഫലപ്രദമാണ്. 13 കഫവാത പ്രകൃതക്കാർക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാൻ പനിക്കൂർക്ക നല്ലതാണ്, ശരീരത്തിന് നല്ല സുഗന്ധവും കിട്ടും. 14 ജലദോഷവും പനിയും കഫവും ചുമയും ഉള്ളപ്പോൾ പനിക്കൂർക്ക ഇല ചേർത്ത് രസമുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. 15 ഞവരയില, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി എന്നിവ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടും ഗ്യാസും അസിഡിറ്റിയും ശമിക്കുന്നതാണ്. 16 ഞവരയില വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ വായ്പുണ്ണ് ശമിക്കുന്നതാണ്. 17 പനിക്കൂർക്ക ഇലയും പച്ചമഞ്ഞളും ഇട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത ജലദോഷം, പനി, തുമ്മൽ, അലർജി എന്നിവയ്ക്ക് ശമനം കിട്ടുന്നതാണ്. 18 പനിക്കൂർക്ക ഇല, തുളസി ഇല, പൂവാങ്കുരുന്നില എന്നിവ കഷായം വെച്ച് തേനും ചെറുനാരങ്ങ നീരും ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചുമ, പനി, കഫക്കെട്ട് മുതലായവ ശമിക്കുന്നതാണ്. 19 ചുക്ക്, കുരുമുളക്, ഏലക്ക, തുളസിയില, പനിക്കൂർക്കയില എന്നിവ ചേർത്ത് കാപ്പി ഉണ്ടാക്കി കഴിച്ചാൽ ജലദോഷം, ചുമ, പനി, തൊണ്ടവേദന, തൊണ്ടയടപ്പ് മുതലായവ ശമിക്കുന്നതാണ്. 20 പനിക്കൂർക്ക ഇലയുടെ നീര് തേൻ ചേർത്ത് കഴിക്കുകയും നാക്കിൽ പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നാക്കിൽ ഉണ്ടാകുന്ന വെളുത്ത പൂപ്പൽ ഇല്ലാതാകുന്നതാണ്. 21 പനിക്കൂർക്കയുടെ ഇല അരച്ച് 10 ഗ്രാം രാത്രി കിടക്കും മുൻപ് വെള്ളത്തിൽ കലക്കി കുടിച്ച ശേഷം രാവിലെ ത്രിഫല 6 ഗ്രാം ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വയറിളകി ഉദരത്തിലെ കൃമികൾ നന്നായി പോകുന്നതാണ്. 22 പനിക്കൂർക്ക തീയിലിട്ട് വെണ്ണീറാക്കി തലയുടെ മൂർധാവിൽ ഇട്ട് കഴിഞ്ഞാൽ നീരിറക്കം കൊണ്ടുള്ള കഫക്കെട്ട്, തുമ്മൽ മുതലായവയ്ക്ക് വളരെ നല്ലതാണ്. 23 വായ്പുണ്ണിന് പനിക്കൂർക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കവിൾ കൊള്ളുന്നത് ഫലപ്രദമാണ്. 24 ചെങ്കണ്ണിന് പനിക്കൂർക്കയിലയുടെ നീര് കൺപോളയുടെ ചുറ്റും പുരട്ടുന്നത് ഫലപ്രദമാണ്. 25 വേദനയോടെ മൂത്രം പോകുന്നവർക്ക് 50 മില്ലി പനിക്കൂർക്കയിലയുടെ നീര് പഞ്ചസാര ചേർത്ത് ദിവസം 2 നേരം എന്ന കണക്ക് കുറച്ച് ദിവസം കഴിച്ചാൽ ഫലപ്രദമാകും. 26 പനിക്ക് പനിക്കൂർക്കയില, തുളസിയില, കാട്ടുതുളസിയില, ആടലോടക ഇല, ചിറ്റമൃത്, പപ്പായ ഇല എന്നിവ തിളപ്പിച്ച വെള്ളം ദിവസം 2-3 നേരം കുടിക്കുക. ഇത് തന്നെ ആവി പിടിക്കുകയും ചെയ്താൽ പനി മാറുന്നതാണ്. 27 അപസ്മാരത്തിന് പനിക്കൂർക്കയിലയുടെ നീര് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താൽ ശമനമുണ്ടാകുന്നതാണ്. 28 പനിക്കൂർക്കയുടെ നല്ല വെയിൽ കൊള്ളുന്ന ഒരു ഇല എടുത്ത് ഇടത്തെ കൈ നന്നായിട്ട് തിരുമ്മി ചൂടാക്കി അവിടെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പനി, ജലദോഷം, മൂത്രാശയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ മുതലായവ ശമിക്കുന്നതാണ്. 29 നിരന്തരം പനിയും ജലദോഷവും കഫക്കെട്ടും ഉണ്ടാകുന്ന കുട്ടികൾക്ക് പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ ശ്വാസാനന്ദം ഗുളിക അരച്ച് ചേർത്ത് അല്പം തേനും ചേർത്ത് രാവിലെയും വൈകിട്ടും കൊടുത്താൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ആവർത്തിച്ചു വരുന്ന കഫരോഗങ്ങളെ തടയുകയും ചെയ്യും. 30
ചൊറിച്ചിൽ, വളങ്കടി എന്നിവയ്ക്ക് പനിക്കൂർക്ക ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ധാര ചെയ്തതിന് ശേഷം തുടച്ച് മരുന്നുകൾ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാകും. ഇത്തരം രോഗികൾ ദിവസം 4-5 തവണ ഇത് ആവർത്തിക്കണം. 31. പനിക്കൂർക്ക വാട്ടിപ്പിഴിഞ്ഞ നീര്, ഇഞ്ചി ചതച്ച് ഊറൽ കളഞ്ഞ നീര്, തുളസി നീര്, ചെറുനാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി എന്നിവ തുല്യ അളവെടുത്ത് തേൻ ചേർത്ത് അത് വെച്ചുകൊണ്ടിരിക്കാം. കഫത്തിന് 5 മുതൽ 10 മില്ലി വരെ 3-4 നേരം കഫത്തിനനുസരിച്ച് കഴിച്ചാൽ ഫലപ്രദമായിരിക്കും. 32. കുഞ്ഞുങ്ങൾക്ക് കഫമുള്ളപ്പോൾ മുലയൂട്ടുന്ന അമ്മമാര് പനിക്കൂർക്ക ഇലയിട്ട് വെന്ത കഞ്ഞി കുടിക്കുന്നത് കഫം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. 33. ക്ഷുദ്രജീവികൾ കടിച്ചു കഴിഞ്ഞാൽ പനിക്കൂർക്ക ഇല ആ കടിച്ച സ്ഥലത്ത് അരച്ചിടുന്നത് ഗുണം ചെയ്യുന്നതാണ്. 34. പല്ലി ശല്യം കുറയ്ക്കാൻ പനിക്കൂർക്ക ഇല മുറികളിൽ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചാൽ അത് ഫലപ്രദമാകും. 35. പനിക്കൂർക്ക ഇല ആവണക്കെണ്ണയിൽ വാട്ടി നെറുകയിൽ വെച്ച് കഴിഞ്ഞാൽ നവജാത ശിശുക്കൾക്ക് നീരിറക്കം മൂലമുണ്ടാകുന്ന ജലദോഷം ശമിക്കുന്നതാണ്. 36. കുഞ്ഞുങ്ങളുടെ ജലദോഷം, പനി എന്നിവയ്ക്ക് പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് ചെറു ചൂടിൽ 10 തുള്ളി തേൻ ചേർത്ത് നൽകുക. പനിക്കൂർക്ക ഇല ആവിയിൽ വാട്ടി നെഞ്ചിലും നെറ്റിയിലും വെക്കുകയും ചെയ്യണം. 37. മൂക്കടപ്പിന് പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് നെറുകയിൽ എത്തിച്ചാൽ ഫലപ്രദമാണ്. 38. കുഞ്ഞുങ്ങളുടെ ദഹനക്കേടിന് പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് കൽക്കണ്ടം ചേർത്ത് 2-3 പ്രാവശ്യം ഉള്ളിൽ കൊടുക്കുക. 39. മൂക്കടപ്പ്, ജലദോഷം, നീരിറക്കം എന്നിവയ്ക്ക് പനിക്കൂർക്ക ഇല നീരും കൃഷ്ണതുളസി ഇല നീരും ഇഞ്ചി നീരും കൂടി തേനോ കൽക്കണ്ടമോ ചേർത്ത് സേവിക്കുക. 40. പനിക്കൂർക്ക ഇലയുടെ നീരും ആടലോടകത്തില നീരും 50 മില്ലി വീതം എടുത്ത് 100 മില്ലി വെളിച്ചെണ്ണയും ഒരു കടക്കയുടെ കാൽഭാഗം അരച്ചതും ചേർത്ത് കാച്ചി മെഴുകുപാകത്തിൽ അരിച്ച് തേച്ച് കഴിഞ്ഞാൽ കൂടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ജലദോഷം, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ എന്നിവയ്ക്ക് ശമനമുണ്ടാകും. 41. പനിക്കൂർക്ക ഇലയുടെ നീരും തേനും മഞ്ഞളും ചേർത്ത് നൽകി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വിരശല്യം ശമിക്കുന്നതാണ്. 42. പനിക്കൂർക്കയുടെ ഇലയും ഗ്രാമ്പൂവും ജാതിക്കായും ഇട്ട് വെന്ത വെള്ളം ഇടയ്ക്കിടെ കുടിച്ചു കഴിഞ്ഞാൽ കോളറ രോഗത്തിന് ശമനമുണ്ടാകും. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിലെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ നിർദ്ദേശത്തിലും സാന്നിധ്യത്തിലും വേണം ചെയ്യാനായിട്ട്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.